രാവിലെ 6 മണിക്ക് സൺറൈസ് കാണാൻ പ്ലാൻ ചെയ്ത് ഞങ്ങൾ എണീറ്റ് റെഡിയായി വന്നപ്പോഴേക്കും 6:30 ആയി. പിന്നെ ഒന്നും നോക്കിയില്ല, സ്കൂട്ടി എടുത്ത് നേരെ വിട്ടു. നല്ല വൈബായിരുന്നു. ഏർലി മോർണിംഗ്, തിരക്കൊന്നും ഇല്ലാത്ത റോഡിലൂടെ ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോകാൻ. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ കാർ എടുത്ത് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്കൂട്ടി എടുത്തത് എന്തുകൊണ്ടും നന്നായി എന്ന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ബിക്കോസ് അത്രക്കും വൈബാണ് ഏർലി മോർണിംഗിലും ലേറ്റ് നൈറ്റിലും ഗോവയിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട്. നല്ല കാറ്റും നല്ല അറ്റ്മോസ്ഫിയറും അധികം തിരക്കൊന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ ഡിയർ ജിന്ദഗി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലെ, നമ്മളുടെ ആലിയ ഭട്ടും ഷാറുഖ് ഖാനും സ്റ്റാറിങ് ആയിട്ടുള്ള മൂവിയിലെ ആ ലൊക്കേഷനിലോട്ടാണ്. അപ്പോൾ ഏർലി മോർണിംഗ് എത്തിയാൽ കുറച്ചും കൂടെ നന്നായിട്ട് സൺറൈസ് കാണാം. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും സണ്ണൊക്കെ റൈസായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏർലി മോർണിംഗ് പോയാൽ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടും. കുറച്ചും കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ക്രൗഡായിരിക്കും. പിന്നെ ഈ റോഡിൻ്റെ പേര് പാരാ റോഡ് എന്നാണ്. ചെറിയൊരു തണുത്ത കാറ്റും പിന്നെ ആ ഒരു സൺറൈസിൻ്റെ ആ ഒരു നല്ല യെല്ലോ ലൈറ്റും ഒക്കെ ആയിട്ട് അടിപൊളി വൈബായിരുന്നു. ഈ ഒരു പാരാ റോഡിന് പാരലായിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതേ ആംബിയൻസും ഇതേ ലുക്കും ഉള്ള വേറൊരു റോഡുണ്ട്. ബട്ട് ദാറ്റ് വൺ ഇസ് ലെസ് ക്രൗഡഡ്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ക്രൗഡ് ഇല്ലാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു റോഡിൽ ചെയ്താലും നല്ലതായിരിക്കും. സൺറൈസ് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അപ്പോൾ ഞങ്ങളുടെ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള പൂളിൻ്റെ സൈഡിലായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബുഫേ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ആ റിസോർട്ടിൽ ഇത്രയും അടിപൊളി ഒരു പൂളുള്ള കാര്യം നോട്ട് ചെയ്തത്. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പ്ലാൻസിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് കുറച്ച് പൂൾ ടൈം ഞങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പൂളിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഹോൾസം ഡെലീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ പൂൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗോവയിൽ ട്രിപ്പ് വരുമ്പോൾ പൂൾ ഡ്രസ്സ് ഇല്ലാതെ പിന്നെ എന്ത്. പെട്ടെന്ന് തന്നെ പൂൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് റെഡിയായി. കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മുന്നേ ഈ ഒരു പൂൾ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ മെയിൻ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ, അതായത് സൈറ്റ് സീയിങ്. പിന്നെ ഈ ഒരു സ്വിം ഡ്രസ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇറ്റ് കംസ് വിത്ത് ആൻ അറ്റാച്ച്ഡ് ഷോർട്ട്സ്. അതുകൊണ്ട് തന്നെ ദാറ്റ് മേക്സ് ഇറ്റ് മോർ കംഫർട്ടബിൾ ആൻഡ് സേഫ്. അപ്പോൾ നമുക്ക് പൂളിലൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് സേഫായിട്ട് ഡ്രസ്സ് പൊങ്ങി പോകുമെന്ന് പേടിക്കാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു പൂളിലോട്ട്. ദിസ് പൂൾ സെഷൻ വാസ് ആക്ച്വലി തെറാപ്യൂട്ടിക്. കാരണം ഞങ്ങൾ ഓരോരുത്തരും ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്നാണ് വരുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്ട്രെസ്സും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിരുന്നു ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചിരിച്ച് എൻജോയ് ചെയ്തൊരു മൊമെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് ഈ പൂളിൽ സ്പെൻഡ് ചെയ്ത ടൈമാണ്. ഒരു 11:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് ഇതൊക്കെ വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ഞങ്ങൾക്ക് സൈറ്റ് സീയിങ്ങിന് പോകണമായിരുന്നു. ആൻഡ് ഉച്ചയ്ക്ക് ശേഷം ഫുൾ സൈറ്റ് സീയിങ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ ദാറ്റ് ലഞ്ച്, അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ.
പൂളിൽ നിന്ന് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തു. ഞങ്ങളുടെ ഈസി ബ്രീസി ഷോർട്ട്സ് ടോപ്സ് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സിലേക്ക് ഞങ്ങൾ ചേഞ്ച് ചെയ്തു. ബിക്കോസ് ഞങ്ങൾ ഇനി ഫുൾ സൈറ്റ് സീയിങ് ആയിരിക്കും, നല്ല വെയിലും ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ വെയിൽ കൊള്ളാതിരിക്കാനുള്ള ഹാറ്റും സൺഗ്ലാസും എല്ലാം സെറ്റായിരുന്നു. പിന്നെ ഒരു ലോഡ് സൺസ്ക്രീനും ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്കൊന്നും വല്ലാതെ ടാനൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സൈറ്റ് സീയിങ്ങിന് ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്തത് അഗോഡ ഫോർട്ടാണ്. ആൻഡ് ഓൺ ദ വേ അത്യാവശ്യം നല്ല വെയിലായിരുന്നു, കാരണം ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ. പിന്നെ ആ ഒരു റോഡ് സൈഡിലൊന്നും അധികം വലിയ മരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കുറച്ച് തണൽ തരാൻ വേണ്ടിയിട്ട്. ആൻഡ് അഗോഡ ഫോർട്ടിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് കുറേയൊക്കെ പിന്നെ മരങ്ങളും തണലൊക്കെ ഉണ്ടായിരുന്നത് തന്നെ. നല്ല വെയിലൊക്കെ കൊണ്ടൊരു ലോങ് ഡ്രൈവ് ആയിരുന്നു അഗോഡ ഫോർട്ടിലേക്ക്. പിന്നെ അഗോഡ ഫോർട്ടിൽ എത്താൻ നേരത്ത് മാത്രമാണ് ഒരു ട്രാഫിക് അത്യാവശ്യം ഉള്ള പോലെ ഫീൽ ചെയ്തത്. ഓൺ ദ വേ അത്ര ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻസിന് അഗോഡ ഫോർട്ടിലേക്ക് എൻട്രി ചെയ്യാനുള്ള എൻട്രി ഫീ 25 റുപ്പീസാണ്. ഫോറിനേഴ്സിന് അത് 300 റുപ്പീസാണ്. ആൻഡ് ഇൻഡിപെൻഡൻസ് ഡേക്കോ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേക്കോ ആണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ എൻട്രി കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. 1612 പോർച്ചുഗീസുകാരാണ് ഈ ഒരു അഗോഡ ഫോർട്ടിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഈ ഒരു ഫോർട്ടിൻ്റെ ഒരു സൈഡ് മുഴുവൻ നല്ല താഴേക്ക് കുഴിച്ചു വെച്ചേക്കുവാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമീസിന് അത്ര പെട്ടെന്ന് ഈ ഫോർട്ടിനകത്തോട്ട് എൻട്രി ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതിൻ്റെ ഒരു സൈഡിൽ കടലാണ്, മറ്റ് സൈഡ് ലാൻഡ് ഏരിയ നന്നായിട്ട് താഴേക്ക് കുഴിച്ചിട്ടേക്കുവാണ്. അപ്പം നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഈ ഫോർട്ടിനകത്തോട്ട് കയറി വരാൻ പറ്റില്ല പുറത്തുനിന്ന്. ആൻഡ് ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ആൻഡ് ഇതിപ്പോൾ എൻട്രി ഇല്ല അകത്തോട്ട്. പിന്നെ ദേ ഈ സെൻറ്ററിലായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ വാട്ടർ റിസർവോയർ, വാട്ടർ ടാങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആ സംഭവം. നെക്സ്റ്റ് ഞങ്ങൾ പോയത് കെൻഡോലിംഗ് ബീച്ച് കാണാനാണ്. ഈ കെൻഡോലിംഗ് ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് സർക്കുലർ ഷേപ്പിൽ ഒരു ഫോർട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട്. ആൻഡ് അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ വാസ് അമേസിങ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ഒരു ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു കെൻഡോലിംഗ് ബീച്ച് കാണാനായിട്ട്. കെൻഡോലിംഗ് ബീച്ചിലെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നിന്ന് നേരം പോയത് അറിഞ്ഞില്ല. 4 o'clock ആയപ്പോഴാണ് ഞങ്ങളുടെ ലഞ്ച് കഴിച്ചത്. ആൻഡ് ഇവിടെ ഒരു സായ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ഈ ലഞ്ച്. ആൻഡ് ലഞ്ച് ആക്ച്വലി ഗോവൻ താലി ആയിരുന്നു.
ഇത് ഥാർലി എന്നായിരുന്നു അവരുടെ മെനു ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വൽ മീനിങ് എനിക്കറിയില്ല, മേ ബി ഈ ഒരു ഫിഷിൻ്റെ പേരായിരിക്കാം. എനിവേ അടിപൊളിയായിരുന്നു ഈ ഒരു ഗോവൻ താലി. ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അടിപൊളി ബീച്ചസും ഫോർട്ടും ചേർച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇവരുടെ തന്നെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഗോവൻ താലി മസ്റ്റ് ട്രൈ ആണ്. നല്ല ടേസ്റ്റാണ്. ഇവരുടെ ഫിഷ് ആണെങ്കിലും സൈഡ് ഡിഷസ് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ക്യൂരിയോസിറ്റി അല്പം കൂടുതലായതുകൊണ്ട് അവിടുത്തെ ഒരു ഡിഷ് എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഓണറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി. ആൻഡ് നമ്മളുടെ മീൽസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ഒരു ഗോവൻ താലി എന്ന് പറയുന്നത്. എനിവേ ഫുഡ് വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും ഇതെങ്കിലും നിങ്ങളിവിടെ വന്നിട്ട് ട്രൈ ചെയ്യണം. ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ചാപ്പുറ ഫോർട്ടായിരുന്നു. ചപ്പോറാന്നോ ചാപ്പുറാന്നോ എന്താണ് പ്രൊനൗൺസിയേഷൻ എന്ന് ഐ എം കൺഫ്യൂസ്ഡ്. എനിവേ CHAPORA. ചാപ്ര ഫോർട്ട് ആക്ച്വലി ഫേമസ് ആണ് ബിക്കോസ് കുറച്ച് മൂവീസൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദിൽ ചാഹ്താ ഹേ എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി മൂവി, അതേപോലെ തന്നെ നമ്മളുടെ ആനന്ദം മലയാളം മൂവി, അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 5 മണിക്ക് മുന്നേ ചാപ്ര ഫോർട്ടിൽ എത്താൻ ട്രൈ ചെയ്യണം ബിക്കോസ് 5 മണിക്ക് ഇവിടുത്തെ ഗേറ്റ് ക്ലോസ് ചെയ്യും. 5 മണിക്കുള്ളിൽ എൻട്രി ചെയ്യുന്നവർക്ക് ഈ ഒരു ചാപ്ര ഫോർട്ടിൽ സൺസെറ്റ് കാണാൻ പറ്റുള്ളൂ. ലക്കിലി സൺസെറ്റിൻ്റെ ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയത് ആൻഡ് ദ സൺസെറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു അവിടെ ചുമ്മാ ഇരുന്നിട്ട് ആ സൺസെറ്റ് മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ. ഞങ്ങൾ ആ ഒരു സൺസെറ്റ് കഴിയുന്നവരെ അവിടെ ചുമ്മാതെ ഇരുന്നു. കാരണം ഫോർട്ട് എൻറ്റയർലി നടന്ന് കാണാൻ മാത്രം പ്രത്യേകിച്ചൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം സൈഡ്സൊക്കെ കുറച്ച് പൊളിഞ്ഞിരിക്കുന്നത് കൊണ്ടും കടലിൻ്റെ തൊട്ടടുത്തായതുകൊണ്ടും ആ ഒരു സീനറി നല്ലതാണെന്നേ ഉള്ളൂ. അല്ലാതെ ഓവറോൾ ഫോർട്ട് കാണാനായിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ വർത്ത് വാച്ച് ആയിട്ടുള്ളത് അവിടുത്തെ സൺസെറ്റാണ്. ചാപ്ര ഫോർട്ടിലെ സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡിന്നർ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു. ആൻഡ് ഡിന്നർ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് കലങ്കോട്ട് ബീച്ചിലേക്കാണ്. കലങ്കോട്ട് ബീച്ച് ആക്ച്വലി ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ഏരിയ ഉണ്ട്, പിന്നെ നല്ല ഷാക്സും അടിപൊളി വൈബൊക്കെ ആയിട്ട് ബീച്ച് ഏരിയ ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം ഈ ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നേരെ അങ്ങ് ബീച്ചിലോട്ട് ഇറങ്ങി പോകാം എന്നാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം നല്ല ഷോപ്സും ഉണ്ട്. ബട്ട് ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്ര നല്ല കളക്ഷൻസ് ഒന്നുമില്ല. ഇനി കളക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾക്ക് അത്രയും ബാർഗെയിൻ ചെയ്ത് കുറഞ്ഞ റേറ്റിനൊന്നും വാങ്ങാൻ പറ്റില്ല. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഫിക്സ്ഡ് റേറ്റ് ആണ്. അതുകൊണ്ട് ബാർഗെയിനിങ് ഒന്നും നടക്കില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സുവനീസോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. ബിക്കോസ് ഡ്രസ്സും ബാഗ്സൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവാണ് ഈ ഒരു സ്ട്രീറ്റിൽ. ഞാൻ ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് മെയിനായിട്ടും പർച്ചേസ് ചെയ്തത് ഈ നമ്മളുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഗോവയിൽ പോയി എന്നുള്ളതിന് പ്രൂഫായിട്ട്. അപ്പോൾ അതുപോലത്തെ സുവനീസ് വാങ്ങാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിന് പെർ പീസ് 50 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ 2 പീസ് ഞാൻ പർച്ചേസ് ചെയ്തു. അതായിരുന്നു അവിടെ ആ ഒരു എൻറ്റയർ സ്ട്രീറ്റിൽ നിന്ന് ഞാൻ ആകെ പർച്ചേസ് ചെയ്തത്. ബിക്കോസ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് അഫോർഡബിൾ പ്രൈസിന്. ബാക്കിയെല്ലാം ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്.
നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ബാഗ്സ് ഒക്കെ വാങ്ങാനാണ് നിങ്ങൾ ഗോവയിലെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ടിറ്റോസ് ലെയിനിൻ്റെ തൊട്ട് മുന്നേ ഉള്ളൊരു സ്ട്രീറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു സ്ട്രീറ്റിൽ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ എൻ്റെ നെക്സ്റ്റ് ഡേ 3 വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഞങ്ങൾ അവിടെ ഷോപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു സ്ട്രീറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല അഫോർഡബിൾ ആയിട്ട് അടിപൊളി ഡ്രസ്സസും ബാഗ്സും സുവനീസൊക്കെ കിട്ടും. അങ്ങനെ ഡേ 2 ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തത് കലങ്കുട്ട് ബീച്ചിൽ വെച്ചിട്ടാണ്. ആൻഡ് ഡേ 3 ഞങ്ങൾ ഗോവ എക്സ്പ്ലോർ ചെയ്തത് ഏതൊക്കെ സ്പോട്ടിലാണെന്ന് അറിയാനായിട്ട് സ്റ്റേ ട്യൂൺഡ്.